ചെക്കന്റെ ദേഹത്ത് കൈ വെക്കുമല്ലേ? ഏത് ചെക്കൻ്റെ? ആരാടാ ഇവര്? നിനക്ക് പറയാനുള്ളത് അവനോട് പറ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ ചെക്കനെ തല്ലുന്ന ഈ വിവരമില്ലാത്ത മിണ്ടരുത്. നിന്നെക്കാളും 3-4 വയസ്സ് ഇളയതല്ലടാ അവൻ. പോട്ടെ, നീ ഒരു ക്രിമിനൽ ആണെന്നെങ്കിലും നിനക്ക് ഓർമ്മ വേണ്ടേ? നിന്നെ തവണ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. നോക്കിക്കോ, എന്റെ സ്വഭാവം അറിയില്ല. യഥാർത്ഥത്തില് ഇവര് തമ്മിൽ എന്താണെന്ന് സാറെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചാ പറയില്ല. സാർ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അമ്മ വെറുതെ പേടികാരൻ നിർബന്ധിച്ച് എന്നോട് കൊണ്ടുവന്നു. മിണ്ടാതിരിക്കുന്നേ. കണ്ടില്ലേ സാർ ഇവന്റെ നകളിപ്പ്? മാഡം പ്ലീസ്, ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ അടികൂടി അത് ഞാൻ തീർക്കേണ്ട അവസ്ഥ വരുമോ? പറയാൻ പാടുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും ഈ മോനെ പോലെ കൂട്ടിലടച്ച് വളർത്തുന്ന പിള്ളേർക്കൊന്നും ഇടപെടാൻ പറ്റിയ ഐറ്റം ഒന്നും അല്ല അവനൊന്നും. ഏതായാലും ഇവനെ ആരും കൂട്ടിലടച്ച് വളർത്തിയിട്ടില്ല. വേണ്ടാത്ത എല്ലാ സ്വാതന്ത്ര്യം ഇവന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആണല്ലോ ഈ കാണുന്നതൊക്കെ. അതെ, നമുക്ക് ആദ്യം ഒരു തീരുമാനത്തിലെത്താം. ഈ വാശിയും വൈരയും ഒക്കെ മനസ്സിലിട്ട് നടക്കാതെ എന്തെങ്കിലും ക്രിയാത്മകമോ സർഗാത്മകമോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ വാശിയും വൈരാഗ്യങ്ങളും ഒക്കെ. പിന്നെ അവൻ്റെ കാര്യം, അത് മാഡം വൃത്തിക്കൊരു പരാതി എഴുതിയിട്ടിങ്ങാന്നോ ബാക്കി ഞാൻ നോക്കാം. ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് നോക്കും, ഞാൻ നോക്കിക്കോളാം. ശരി. ഡേ നീ വന്ന്, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളൊന്ന് മുഴുകാൻ ശ്രമിക്കുമോ? എന്തോ പറഞ്ഞേ? ക്രിയാത്മകവും സർഗാത്മകവും അല്ലേ? ആ റൈറ്റ്. ആട്ടെ. കൊണ്ടുപോകും. അപ്പൊ കാണാം. എന്തിന് കാശ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ ബാക്കിയിട്ടുണ്ട്. എന്തോന്നാണ് ഇത്? നീ ഈ പിള്ളേരെ കൂടെ ചീത്താക്കൂ? എന്ത് ചീത്താക്കാൻ? ഞാൻ വാഷി സോപ്പ് കൊടുത്തല്ലേ അവന്. നിന്റെ വാഷി സോപ്പല്ലേ നീ എൻവലപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റന്റെ കാര്യത്തിൽ ഇടപെടല്ലെന്ന്. മര്യാദയ്ക്ക് നാളെ സമയത്തിന് കളിക്ക് വരാൻ നോക്ക്. അതിനൂടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ സംശയമാണ്. കോളേജിൽ നിന്ന് അഡ്മിഷന്റെ വിളിയൊന്നും തുടങ്ങി. എടാ, നീയൊക്കെ 10 കാശുണ്ടാക്കാൻ വേണ്ടിയില്ല പഠിക്കാൻ പോണത്. ആ സമയത്ത് ഈ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചാലും കിട്ടൂല പൈസ. ഈ പൈസ ഇല്ല. ഇങ്ങനെയുള്ള വിവരക്കേട് പറയാതിരിക്കാൻ വേണ്ടിയാണ് ആളുകൾ കോളേജിൽ പോകുന്നത്. നീ അങ്ങനെ ഒരുപാട് ബ്രെയിൻ ഉപയോഗിക്കല്ലേ? ശരിയാക്കി പഠിച്ച് രക്ഷപ്പെടുന്നുണ്ടോ ഇവനൊന്നും സഹിക്കൂല. കേറ് പോളെ. മറ്റവന്മാരെ കൂടെ കളിക്കൊണ്ടുപോടാ. ഈ അവന്മാര് ഇനി വരുമെന്ന് തോന്നുന്നില്ല. എന്ത്? ഈ പറഞ്ഞ തന്നെ അഡ്മിഷൻ. നീ കാരണം എത്ര ബെഡ് മാച്ചുകൾ ജയിച്ചിട്ടുണ്ടോ? ഇതുവരെ നിനക്കൊന്നും തരാൻ പറ്റിയിട്ടില്ല. റോക്കോ നിന്നോട് ഇവിടെ കണ്ടുവരുന്നു പറഞ്ഞല്ലോ.
നമ്മൾ എന്തിനാണ് തല്ലോടുന്നത്? നമ്മൾ തമ്മിൽ എന്ത് പ്രശ്ന? ഒരു പ്രശ്നമില്ല ഏട്ടാ, ഞങ്ങളെ പറഞ്ഞോട്ട് ദേ അവരാ. നിനക്കറിയാലോ ഇത് എന്തിനാന്ന്? ഓഫ് സൈഡ് ആയിരുന്ന ഇപ്പൊ പറഞ്ഞേ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ ചീത്താക്കല്ലെന്ന്. അവന്റെ അമ്മൂമ്മയുടെ ഓഫ് സൈഡ് കുറ്റടാ പട്ടി. ഗോള്